വാക്കാൽ പറഞ്ഞതാണ്. ഭരണത്തിൽ വരുന്നതിന് മുന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടപടി പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം പുരോഗമിച്ചു വരികയാണ്. അവരുടെ പ്രതിഷേധ സമരം ഇന്ന് 32ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 7ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഒപ്പിട്ട ഒരു കുറിപ്പ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗികമായി ലഭിച്ചിരുന്നു. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഉദ്യോഗാർത്ഥികൾ സമരം പിൻവലിക്കണം. കാരണം ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും അതിൽ ഇടപെടുന്നതിനും വേണ്ടി ഒരു സാവകാശം ആവശ്യമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്മാറി വേണ്ട സാവകാശം നൽകണം എന്നതായിരുന്നു കത്തിൽ പറഞ്ഞിരുന്ന ആവശ്യം. എന്നാൽ ആ വിഷയത്തിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ തന്നെ പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കത്ത് അല്ലെങ്കിൽ ഒരു കുറിപ്പ് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ചിരുന്നു. മന്ത്രി തന്നെ നേരിട്ട് ഒപ്പിട്ട ആ കുറിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് കൈമാറിയിട്ടുള്ളത്. അതിലെന്താണ് നമുക്ക് മറുപടിയായി പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മൾ നേരത്തെ കണ്ട് സംസാരിച്ച സമയത്തും പറഞ്ഞ അതേ വിഷയം തന്നെയാണ് കത്തിന്റെ രൂപേണ തന്നിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. വെറും 2 മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 32 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ 7 ദിവസം നിരാഹാര സമരത്തിലാണ്. അപ്പം ഇതിനകത്ത് ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും സമരപ്പന്തൽ സന്ദർശിക്കുകയും ഈ സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അനുഭാവപൂർവ്വം സംസാരിക്കുകയും തുടർന്ന് അദ്ദേഹവും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു പാനൽ ചർച്ച നടത്തുകയും അതിലെ സമരസമിതി അംഗങ്ങളെ അടിയന്തരമായി ക്ഷണിച്ച് ഇതിനകത്തൊരു അടിയന്തര പരിഹാരം നടത്താൻ പറ്റുന്നതെല്ലാം നടത്താമെന്നും മറ്റുള്ള കാലതാമസം വരുന്ന കാര്യങ്ങൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങളത് ചെയ്തു തരാമെന്നുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ഇതുവരെ ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി കത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നതാണ്. സമരത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ സർക്കാർ സംവിധാനങ്ങൾ? ഒരാളിവിടെ 7 ദിവസമായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുമ്പോഴും അവരൊരാള് വന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഒരു ലെറ്റർ രൂപത്തിൽ ഇവിടെ കൊടുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2 മാസം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് തന്നെ 1 മാസം കഴിഞ്ഞു. അപ്പൊ ഈ 2 മാസം ഇനിയും പഠിക്കാൻ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസം ഇനി ഇവിടെ കിടക്കണമെന്നാണ് അറിയേണ്ടത്. സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനം. ചർച്ച നടത്തുന്ന വരെ ഒരു തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്നത് വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കിട്ടിയ ഉറപ്പിൽ വിശ്വാസമില്ല. വാക്കാൽ ഉറപ്പ് പോരാ. വാക്കാൽ പറഞ്ഞതാണ്. ഭരണത്തിൽ വരുന്നതിന് മുന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടപടി പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഇപ്പോഴും ഞങ്ങളിവിടെ ആ വാക്ക് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി അതൊരു രേഖാമൂലം ഉറപ്പ് കിട്ടാതെ ഇവിടുന്ന് പോവില്ല. അത്തരത്തിൽ വാക്കാലുള്ള ഉറപ്പുകളെ ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല. സമരം മുന്നോട്ട് തന്നെ പോകും. അവരുടെ ആവശ്യം ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പോൾ ലഭിച്ച കുറിപ്പിന് പകരം അവർക്ക് ലഭിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സ്പെഷ്യൽ സെക്രട്ടറിയും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച വിളിക്കണം. ആ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കണം. ആനുകൂലമായിട്ടുള്ള സമീപനം തീരുമാനമുണ്ടാകണം. ആ തീരുമാനം ഉണ്ടാകുന്നത് വരെയും എങ്ങനെയാണോ സമരം ഇതുവരെയും മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. നിരാഹാരമെങ്കിൽ നിരാഹാരം, പ്രതിഷേധ സമരമെങ്കിൽ പ്രതിഷേധ സമരം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.